ഹലോ എവരിവൺ, വെൽക്കം ടു മാപ്സ്റ്റെക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജെറിയുടെ ആൺമക്കൾ എന്ന് പറയുന്ന സിനിമയിലെ ഹീറോ ആണ്, ഡോക്ടർ സുരേഷ് പ്രേം. ഡോക്ടർ എന്ന് പറയുമ്പോൾ വെറും ഒരു ഡോക്ടർ അല്ല, ആക്ടിങ്ങില് PhD എടുത്ത ആള്. എന്തുകൊണ്ട് ഈ ആക്ടിങ്ങിൽ PhD എടുക്കാനുള്ള തീരുമാനം എടുത്തത്? ആക്ടിങ് ഭയങ്കര പാഷനാണ്, തിയേറ്ററും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഡിഗ്രി ചെയ്ത സമയത്ത് അതിൽ അപ്ഗ്രേഡ് ചെയ്ത് പോകണമെന്നുള്ളൊരു ഭയങ്കര പാഷനായിട്ട് തുടങ്ങി. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ ഒന്നിന്റെയും മാസ്റ്റർ ആവില്ലല്ലോ. നമ്മൾ കുറേശ്ശെ മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഭയങ്കര ക്യൂരിയോസിറ്റി കൂടി. പക്ഷെ ഈ ഇപ്പൊ ആക്ടിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു ഇൻബോൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കത് പഠിച്ച് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആക്ടിങ് പഠിപ്പിക്കാൻ പറ്റില്ല. ആക്ച്വലി ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഒരു ട്രെയിൻഡ് ആക്ടർ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റീസ് നമുക്ക് മനസ്സിലാവാൻ പറ്റും. നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും, നമുക്ക് എവിടെ പിടിക്കാൻ പറ്റും, എവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആക്ടിങ്ങിൽ ഒരു കൺട്രോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ആക്ടിങ് പഠിപ്പിക്കാൻ പറ്റില്ല. ശരിക്കും ഈ PhD ഇൻ ആക്ടിങ് ഒക്കെ ഭയങ്കര കുറവാണല്ലോ. അപ്പോ ലൈക്ക് അത് എടുക്കാനുള്ള എന്തുകൊണ്ടാണ് ഈ മാസ്റ്റേഴ്സ് എടുക്കണം എന്നുള്ള ഒരു റീസൺ കൊണ്ട് മാത്രമാണോ, അത് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, റീസൺ ഒന്നുമില്ല. ശരിക്കും പാഷനേറ്റ് തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു സബ്ജക്റ്റിലെ ഏറ്റവും എക്സ്ട്രീം എന്ന് പറഞ്ഞത് എന്റെ PhD ആണ്. അപ്പൊ ഞാൻ പഠിച്ച സബ്ജക്റ്റിന്റെ PhD ആണ് ഏറ്റവും എക്സ്ട്രീം. അപ്പൊ അത് കഴിഞ്ഞ് പോയാൽ എന്താവും എന്നുള്ള മനസ്സിലാക്കി PhD വന്നു നിന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെ ഈ പല ടൈപ്പിലും പാഷൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് പഠിച്ചിട്ട് അതിന്റെ ഒരു എക്സ്ട്രീമായി പഠിച്ച് നേടുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ ജെറിയുടെ ആൺമക്കൾ എന്ന് പറയുന്ന സിനിമയില് ഹീറോ ആണ്. അപ്പൊ അതിലേക്ക് എങ്ങനെ വരുന്നത്? അതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിലെ ഡയറക്ടറെ ഞാൻ അവിചാരിതമായി പരിചയപ്പെടുന്നു. ഡയറക്ടറായിട്ട് പുള്ളി ഒരു സിനിമ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സൗഹൃദത്തിന്റെ പേരിൽ ഇങ്ങനെ സംസാരിച്ചു വന്ന പുള്ളി ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു. ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ആക്ടിങ് പഠിച്ചതൊക്കെ കൊണ്ട് ഞാൻ ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൽ ക്യാരക്ടർ ഇൻപുട്ടർ എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു അയാളുടെ ഇമോഷൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ എന്നുള്ള ചില സജഷൻസ് ഒക്കെ ചോദിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ പടം ചെയ്യാൻ പോലെ അതൊരു ചെറിയൊരു വേഷം എനിക്ക് തരില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ജിജോ തന്നെ എന്നെ വിളിച്ചു. പിന്നെ നമ്മൾ സംസാരിച്ചു. കുറേ ദിവസം നമ്മളിങ്ങനെ സംസാരിക്കാമായിരുന്നു. പുള്ളിയുടെ സിനിമയെക്കുറിച്ചുള്ള പുള്ളിയുടെ അംബീഷനും എൻ്റെ അംബീഷനിലേക്ക് സംസാരിച്ചു നോക്കി. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കാണണം, പേഴ്സണലി കാണണം. അപ്പോൾ ഇവിടെ കാണാം, ചൈത്രത്തിൽ കാണാം. ചൈത്രത്തിൽ കണ്ടു, അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചിട്ട് വന്നു, എൻ്റെ ജെറിയാവാൻ നിങ്ങൾക്ക് പറ്റുമില്ല. അപ്പം ഞാൻ ഈ സമയം ഒരു 2 മാസത്തോളം ഞാൻ ജെറിയായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ജിജോ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പുതിയ ഫിലിമല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് ഫിലിമല്ലേ, നിങ്ങളൊരു സ്റ്റാറിനെ വെച്ച് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ ജിജോ എന്നോട് പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജെറിയെ അറിയാം, അപ്പോൾ ആ ജെറി ക്യാരക്ടറിനെ നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ തീരുമാനം സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണ്. അപ്പോൾ എന്നിട്ടാണ് സ്ക്രിപ്റ്റ് തരുന്നത്. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ചെയ്യാനുള്ള ഉണ്ട്. അപ്പം ജിജോയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു, ട്രെയിൻഡ് ഒരു ആക്ടർ വേണം. അപ്പൊ ഈ ജെറിയുടെ ആൺമക്കൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു ക്യാരക്ടറിനെ പറ്റി കേൾക്കാനും കുറച്ചുകൂടെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയാമോ? എന്താണ് ശരിക്കും ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഗ്യാപ്പിന് ശേഷം നാട്ടിലേക്ക് വൈഫിന്റെയും പിള്ളേരുടെ അടുത്തേക്ക് വരുന്ന ഒരു ക്യാരക്ടറാണ് ഈ ജെറി. ഈ ജെറി അവിടെ മുതൽ ജെറിയുടെ ട്രാവലിന്റെ ഒപ്പമാണ്. ജെറിയുടെ മാനസികമായ ട്രാവലാണ് ഈ സിനിമ. അയാൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സിനിമയുടെ ഇമോഷൻ. അയാൾ ക്രൈസിസിലൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ സിനിമയും ക്രൈസിസിലാണ്. അയാൾ ഫണ്ണിലൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ സിനിമയും ഫണ്ണിലാണ്. അയാൾ ഭീകരമായ മെന്റൽ ട്രോമയിലാണ് പോകുന്നതെങ്കിൽ സിനിമയും ട്രോമയിലാണ്. അങ്ങനെയാണ് സിനിമയുടെ പോക്ക്. പക്ഷെ എന്നാൽ ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സിന്റെ ഇൻഡിവിജ്വാലിറ്റിയും ആ ക്യാരക്ടേഴ്സിന്റെ ഓരോരുത്തരുടെയും ഐഡന്റിറ്റിയും ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ വൈഫിന്റെ ക്യാരക്ടർ ചെയ്യുന്ന ക്ലാരയുടെ ക്യാരക്ടർ, അത് ഈ ജെറിയുടെ ക്യാരക്ടറിനോളം പ്രാധാന്യം ആ ക്യാരക്ടറിനുണ്ട്. അത്രയും ഹ്യൂജാണ് ആ ക്യാരക്ടർ. അതുകൊണ്ട് ഇതൊരു സിനിമ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരു നമ്മളെയൊക്കെ പോലുള്ള ആൾക്കാർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഈ സിനിമയെ നിങ്ങൾ അണ്ടർഗ്രേഡ് ചെയ്ത് കാണരുത് എന്ന് എനിക്ക് റിക്വസ്റ്റാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ ഈ സിനിമയെ നല്ല ഒരു സിനിമ എന്നുള്ള നിലയിൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ചെറിയ ആക്ടേഴ്സോ വാല്യൂ ഇല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. സിനിമ ആണെന്ന് നിങ്ങൾക്ക് തോന്നില്ല കേട്ടോ, അത് ഞാൻ പറയുന്നു.